17ാം കേരള നിയമസഭയുടെ വോട്ടെടുപ്പിൽ കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിയത്. പോരാട്ടത്തിന്റെ ചൂടും ചൂരും വെളിവാക്കുന്ന പോളിംഗ് ശതമാനമാണ് ഇപ്പോഴും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 90% വരെ പോളിംഗ് ഉയരുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പങ്കുവെക്കുന്ന പ്രതീക്ഷ. ഒടുവിൽ ലഭ്യമാകുന്ന കണക്കനുസരിച്ച് വോട്ടിംഗ് ശതമാനം 80-ലേക്ക് കടക്കുകയാണ്. ആരെ തുണയ്ക്കും കനത്ത പോളിംഗ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എപ്പോഴും പോളിംഗ് ശതമാനം കൂടിയാൽ അത് ഇന്ന മുന്നണിക്ക് ഗുണം ചെയ്യും, ഇന്ന മുന്നണിക്ക് ദോഷം ചെയ്യുമെന്നുമൊക്കെയുള്ള വലിയ ചർച്ചകൾ എപ്പോഴും നടക്കാറുണ്ട്. നമ്മൾ ആദ്യത്തെ ചർച്ചയിലേക്ക് കടക്കുകയാണ്. കേരളത്തിലെ രാഷ്ട്രീയ അധികായന്മാരായ പിണറായി വിജയനും AK ആന്റണിയും ഒരുപോലെ പ്രതീക്ഷകൾ പങ്കുവെക്കുകയാണ്. ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് പിണറായി വിജയൻ ഉറപ്പിച്ചു പറയുമ്പോൾ AK ആന്റണി പറയുന്നത് ഇത്തവണ LDFനെ തൂത്തുവാരുമെന്നാണ്. എന്താണ് നടക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഇനി കാത്തിരുന്ന് അറിയേണ്ടത്. പക്ഷേ ഈ പോളിംഗ് ശതമാനത്തിന്റെ കണക്ക് ആർക്കാണ് അനുകൂലമാകുക എന്നുള്ള കാര്യമെങ്കിലും നമുക്കിവിടെ ചർച്ച ചെയ്യാൻ സാധിക്കും. സാജു, സാധാരണ പോളിംഗ് ശതമാനം കൂടിയാൽ അത് UDFന് അനുകൂലം എന്നുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു തലം നേരത്തെ തന്നെ ഉണ്ടാകാറുണ്ട്. ഇത്തവണ നമുക്ക് അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാം. അങ്ങനെ ഏകപക്ഷീയമായി പ്രതീക്ഷിക്കുന്നതിൽ അല്ലെങ്കിൽ അങ്ങനെ ആ വാദത്തെ വകവെച്ചു കൊടുക്കുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നു നൗഫൽ. 1982 മുതൽ 2021 വരെയുള്ള തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കൂ. പോളിംഗ് ശതമാനം കൂടിയപ്പോൾ LDF ജയിച്ചിട്ടില്ലേ? 1987 70.54% പോളിംഗ്. അന്ന് LDF ആണ് അധികാരത്തിൽ വന്നത്. അതുപോലെ തന്നെ 2016 77.35% അന്നും LDF അധികാരത്തിൽ വന്നു. 2021 നോക്കിയാൽ 73%. അതേസമയം 75.12 വന്നപ്പോൾ 2011 UDF അധികാരത്തിൽ വരികയും ചെയ്തു. അങ്ങനെ പോളിംഗ് ശതമാനം വെച്ചിട്ട് ആരെങ്കിലും അധികാരത്തിൽ വരും എന്ന ഒരു വിലയിരുത്തലിലേക്ക് നമ്മൾ എത്തുന്നതിൽ വലിയ കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. പക്ഷേ ഇത്തവണ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തൊട്ട് മുമ്പ് അധികാരത്തിലിരുന്നത് അവരാരായിരുന്നു? അധികാരത്തിലിരുന്നവർക്കെതിരെ ആയിരുന്നോ പോളിംഗ് ശതമാനം കൂടിയ സംഗതി ഉണ്ടായിരുന്നു? തീർച്ചയായും അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ സംഭവിക്കാൻ ഞാൻ പറയുന്നത് ഇത്തവണത്തെ ഇതൊന്നും അല്ലാത്ത പ്രത്യേകതയുണ്ട്. 2021 അങ്ങനെയല്ല സംഭവിച്ചത്. തുടർഭരണം കൊടുക്കുകയത് അവസാനത്തിൽ തുടർഭരണമാണ്. പക്ഷേ ഈ പട്ടികയ്ക്ക് വേറെ പ്രശ്നമുണ്ട്. ഇത്തവണത്തേൽ ഇത് ആത്മാക്കൾ വോട്ട് ചെയ്യാൻ കുറവുള്ള പട്ടികയാണ് എന്ന് ഞാൻ പറയും. കാരണം നമ്മുടെ ഈ പട്ടികയിൽ മരിച്ചവരും അതുപോലെ തന്നെ ഇരട്ടിപ്പുകൾ ഒന്നിലധികം വോട്ട് ചെയ്യാൻ ശേഷിയുള്ളവരുമൊക്കെയുള്ള പ്യൂരിഫൈ ചെയ്യാത്ത പട്ടികയായിരുന്നു പലപ്പോഴും സംസ്ഥാനത്തുണ്ടായത്. വോട്ട് ശതമാനമല്ല, വോട്ട് എണ്ണം കൂടി നമ്മൾ നോക്കണം. അത് ഏറ്റവും അവസാനത്തെ കണക്ക് വരുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ കഴിഞ്ഞ തവണ വോട്ട് ചെയ്തവരെക്കാൾ കൂടുതൽ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കാൻ പറ്റുള്ളൂ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ആത്മാക്കൾ ഏറ്റവും കുറവ് വോട്ട് ചെയ്ത ഒരു പട്ടികയായിരിക്കും ഇപ്പോഴത്തത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. മറ്റൊന്ന് നമ്മൾ നോക്കൂ, SIRന്റെ കരട് പട്ടിക വരുന്ന സമയത്ത് 2,54,00,000 പേരായിരുന്നു ആ പട്ടികയിലുണ്ടായിരുന്നത്. അതിനു മുമ്പ് തൊട്ടുണ്ടായിരുന്ന പട്ടികയേക്കാൾ 25 ലക്ഷം പേരാണ് കുറവാക്കപ്പെട്ടത്. അത് BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നാണ് ആ കുറവാക്കപ്പെട്ടത് എന്ന വാർത്തകൾ അടക്കം വന്നിരുന്നു. പക്ഷേ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോഴേക്കും അത് 2.69 കോടി വോട്ടർമാരായി. അതിനുശേഷമുള്ള അപേക്ഷ പരിശോധിക്കുമ്പോൾ 2,71,00,000 വോട്ടർമാരായി മാറിയിട്ടുണ്ട്. അതായത് അതിനു മുമ്പ് SIR തുടങ്ങുന്നതിന് മുമ്പുള്ള പട്ടികയുമായി നോക്കിയാൽ ഏതാണ്ട് 7 ലക്ഷത്തിലധികം വോട്ടർമാർ മാത്രമേ മാറിയിട്ടുള്ളൂ പട്ടികയിൽ നിന്നും. അതായത് നമ്മുടെ പട്ടികയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഇത്തരക്കാരായിരുന്നു എന്നുള്ളതാണ്. ഇരട്ടിപ്പുണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതിനർത്ഥം പൂർണ്ണമായും കള്ളവോട്ടുകൾ തടയപ്പെട്ടു. കഴിഞ്ഞ തവണ പട്ടികയിലുള്ളതിനേക്കാളും എത്ര വോട്ടർമാർ ഇത്തവണ അധികമുണ്ട്? കഴിഞ്ഞ തവണ പട്ടികയിലുള്ളതിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 7 ലക്ഷത്തിലധികം വോട്ടർമാരുടെ കുറവാണുള്ളത് SIR കഴിയുമ്പോൾ. അതാണ് ഞാൻ പറഞ്ഞത്, ആത്മാക്കൾ പുറത്തുപോയ പട്ടിക ആണ് എന്ന് വേണമെങ്കിൽ പറയാമെന്ന് ഞാൻ ആദ്യം. പുതിയ വോട്ടർമാരെ ചേർത്തിട്ടും 7 ലക്ഷം കുറവുണ്ട്. അതായത് പിന്നീട് വോട്ടർമാരെ ചേർത്തിട്ടും, അതായത് SIRന്റെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷവും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നത് വരെയുള്ള കാലയളവിൽ വോട്ടർമാരെ ചേർക്കാമായിരുന്നു. ആ ചേർത്തതിൽ ആത്മാക്കൾ എത്ര ഉണ്ടാവും? അതിനകത്ത് എങ്കിൽ പോലും കുറവായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഒരു കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇതിനകത്ത് ഇത്തവണ വോട്ട് ചെയ്യാനെത്തുന്നതിൽ പ്രവാസികളിൽ പലർക്കും എത്താൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ പോളിംഗ് ശതമാനത്തിലേക്ക് പോകുമായിരുന്നു. പക്ഷേ ഈ പോളിംഗ് ഒരു ട്രെൻഡാണ് എന്ന് നമ്മൾ കണക്കാക്കേണ്ടിയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോലെ ആളുകൾ എന്തൊക്കെയോ തീരുമാനിച്ചിട്ട് വന്നിട്ട് ആഞ്ഞു കുത്തിയിട്ട് പോയ ഒരവസ്ഥ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അതേ ട്രെൻഡ് രാവിലെ മുതൽ തന്നെ അതിരാവിലെ SIRന്റെ ഭീതി മൂലം ആൾക്കാർ വന്ന് വോട്ട് ചെയ്താണെങ്കിൽ എന്തോ തീരുമാനിച്ചു വന്നു. അതിന് കോൺട്രഡിക്ഷൻ ആണല്ലോ. ആൾക്കാർ വോട്ട് പോകാതിരിക്കാനും പൗരത്വം പോകാതിരിക്കാനും വന്ന് വോട്ട് ചെയ്ത് പോയി. അതിന് എല്ലാവരും ഒരേ തീരുമാനം എടുത്തു വന്നു എന്ന് പറയാൻ പറ്റുക? എല്ലാവരും ഒരേ തീരുമാനം എടുത്തതാവണമല്ലോ. പക്ഷേ ഒരു ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ടെങ്കിൽ അതിനുവേണ്ടി വോട്ട് ചെയ്തവരാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ.
സാധ്യത മാത്രമാണ് പല സാധ്യതകളെ അല്ല, കുറിച്ച് 4-ാം തീയതിക്ക് വരെ നമ്മൾ സാധ്യതകൾ മാത്രമേ പറയാൻ പാടുള്ളൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് കേട്ടോ, ഈ വോട്ടർമാരെ നമുക്ക് കാരണം അവരൊരു തീരുമാനം എടുത്തിട്ട് വന്ന് വോട്ട് ചെയ്തവരാണ്. അതുകൊണ്ട് അതൊരു കൃത്യമായ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടി വരുന്ന വോട്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നേരത്തെ നമ്മൾ പ്രവചിച്ചതുപോലെ ഒരു നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് സംസ്ഥാനത്ത് നടന്നു, അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഫലം വരും എന്ന് ഒന്നും നമുക്ക് തീരുമാനിക്കാൻ കഴിയുമെന്ന് നിഷാദ് ഈ സാധനമുണ്ടോ? അല്ല അജിംസ, ഈ സംഗതി ഉണ്ടോ? അതായത് ഇപ്പോൾ SIR ആണ് സാജു പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. SIR ആണെങ്കിൽ അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ കൺസേൺ ഉള്ള കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അവർ വൻതോതിൽ അങ്ങനെയാണെങ്കിൽ പരമാവധി ആളുകൾ വോട്ട് ചെയ്ത് കാണും. പൊതുവെ നിരീക്ഷിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്, സർക്കാരിന്റെ പല നയപരിപാടികളുമായി ബന്ധപ്പെട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് പ്രശ്നമുണ്ട്, ഒരു ഡിസ്കണക്ട് ഉണ്ടെന്ന്. അങ്ങനെയെങ്കിൽ ഈ SIR-ന്റെ പേരിലായാൽ പോലും മാക്സിമം മുസ്ലിം കമ്മ്യൂണിറ്റി വോട്ട് ചെയ്യുന്നത് CPM-നെ അങ്കലാപ്പിലാക്കുന്ന ഒരു ഫാക്ടർ ആയിരിക്കുമോ? ഞാൻ പോൾ പെർസെൻറ്റേജ് ഒരു കാര്യത്തിലല്ല കേരളത്തിലെ വോട്ടിംഗ് പാറ്റേണിൽ ട്രെൻഡ് ഉണ്ടെന്ന് ഞാൻ പറയുന്നത്. പോൾ പെർസെൻറ്റേജ് കൂടാൻ കാരണം സ്വാഭാവികമായും നേരത്തെ സാജു പറഞ്ഞതുപോലെ ഇതൊരു ശുദ്ധീകരിച്ച പട്ടികയാണ്. ശുദ്ധീകരിച്ച പട്ടികയാകുമ്പോൾ കൂടുതൽ വോട്ടുകൾ പോൾ ചെയ്യപ്പെടും, ഉള്ള വോട്ടുകളിൽ കൂടുതൽ പോൾ ചെയ്യപ്പെടും. മറ്റത് ഇല്ലാത്ത വോട്ടുകളാണ്, ആത്മാക്കളാണ്, അതിൽ കുറേയൊക്കെ കള്ളവോട്ട് ചെയ്യുമെന്നല്ലാതെ എല്ലാ വോട്ടുകളും പോൾ ചെയ്യപ്പെടില്ല. അപ്പോൾ പോൾ പെർസെൻറ്റേജ് കൂടാനുള്ള ഒരു കാരണം SIR തന്നെയാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. ഞാൻ ട്രെൻഡ് എന്ന് പറയുന്നത് പോൾ പെർസെൻറ്റേജ് വെച്ചിട്ടല്ല, പോൾ ബിഹേവിയർ വെച്ചിട്ടാണ്. നിങ്ങൾ നോക്കൂ, ഇന്ന് നമ്മൾ രാവിലെ ഒരു വിഷയിൽ കാണുന്നത് എന്താണ്? ഗ്രാമ നഗര ഭേദമന്യേ എല്ലാ ബൂത്തുകളിലും വലിയ ക്യൂകളാണ്. ഞാൻ ഒരു കോർപ്പറേഷൻ പരിധിയിലുള്ള ഒരു ബൂത്തിലാണ് വോട്ട് ചെയ്തത്. 1.5 മണിക്കൂർ വെയിലത്ത് നിന്നാണ് ഞാൻ വോട്ട് ചെയ്തത്. ആ വെയിലത്ത് നിൽക്കുന്ന ഒരാൾക്കും തിരിച്ച് വീട്ടിൽ പോകാനോ ഒരു സോഡാ നാരങ്ങ വെള്ളം കുടിക്കാനോ പോലും തോന്നാത്ത വിധം അവർ ഡിറ്റർമിൻഡാണ്. ഇതാണ് ഞാൻ പറയുന്ന പോൾ ബിഹേവിയർ. അതിൽ ഈ വരികളിൽ നിറയെ സ്ത്രീകളാണ്. ഓരോ ബൂത്തുകളിലും ക്യൂ എടുത്ത് നോക്കുക, സ്ത്രീകളാണ് കൂടുതലുള്ള പുരുഷന്മാരെക്കാൾ. അത് നിങ്ങൾ നോക്കുക, കോഴിക്കോട്ടെ മാത്രം അവസ്ഥയല്ല, കൊച്ചിയിൽ തന്നെയാണ്, തിരുവനന്തപുരത്ത് തന്നെയാണ്. അപ്പോൾ വോട്ടർമാർ എന്തോ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പണിക്ക് പോയാൽ നമുക്ക് ജീവിക്കാം എന്നുള്ള ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർ ഉൾപ്പെടെ വോട്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ് എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. അപ്പോൾ ഞാൻ നിരീക്ഷിക്കുന്നൊരു കാര്യം, ജനം എന്തോ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഒന്നുകിൽ തുടർഭരണം കൊടുക്കണം പിണറായി വിജയൻ, ഇത് നല്ല സർക്കാരാണ്, അതല്ലെങ്കിൽ പിണറായി വിജയനോട് മാറാൻ പറയണം. അതായത് ഫൈറ്റ് അല്ല സൂചിപ്പിക്കുന്നത്, അല്ലേ? രണ്ട് കൂട്ടരുമുള്ള ഒരു ഫൈറ്റ് ട്രെൻഡ് എന്ന വാക്ക് ഉപയോഗിച്ചത് ഫൈറ്റ് അല്ല, ഏതെങ്കിലും ഒരു ഭാഗത്തേക്കുള്ള ട്രെൻഡാണ് സൂചിപ്പിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത്. ഇത് നെക്ക് ഫൈറ്റ് നടന്നിട്ട് ഏതെങ്കിലും ഒരു തൂക്കുസഭ വരാൻ പോകുന്നു, അല്ലെങ്കിൽ 1-2 സീറ്റിന്റെ മുൻതൂക്കത്തിൽ ഒരു സർക്കാർ കേരളത്തിൽ കണക്കും കൊണ്ട് പറയാം എന്ന് വെച്ചാൽ ഇപ്പൊ ജയിക്കുന്ന മുന്നണി 90 സീറ്റോട് ജയിക്കാൻ പോകുന്നതാണ്. ഏതാണ്ട് 80-ലധികം സീറ്റിന്റെ മേളിലേക്ക് പോയിട്ടുള്ള വിജയം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ ഇതിനകത്ത് കരുതുന്നത്. കാരണം എന്നറിയോ, ജനത്തിനെ കാണുമ്പോൾ നമുക്കറിയാം അവർ തീരുമാനിച്ചുറപ്പിച്ചു വരുന്ന അത് ഒരേ സ്വഭാവവും ഒരേ പാറ്റേണുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എപ്പോഴും കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ തന്നെയാണോ സംഭവിച്ചിരിക്കുക, അതോ ചില സമുദായങ്ങളുടെ ഏകീകരണം സംഭവിച്ചിട്ടുണ്ടോ ഈ വോട്ടിംഗ് പാറ്റേണിൽ എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നിഷാദ്, പല ഘടകങ്ങളുണ്ടാവുന്ന ഞാൻ കരുതുന്നത്. സാമുദായിക ഏകീകരണം, പോളറൈസേഷൻ മുതൽ പല ഘടകങ്ങളുണ്ടാവും. പക്ഷേ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സംസാരത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഞങ്ങൾ ജനങ്ങളോടൊപ്പമായിരുന്നു, ജനങ്ങൾ ഞങ്ങളോടൊപ്പവുമാണ്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉയരുന്നത് ഏത് ജനം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉയരും. ഏത് ജനത്തോടൊപ്പമായിരുന്നു സർക്കാർ? എല്ലാ ജനങ്ങളോടൊപ്പമായിരുന്നോ? എല്ലാ ജനങ്ങളോടും ഒരേ രീതിയിലാണോ പെരുമാറിയത്? ഒരു LDF സർക്കാരിൻ്റെ പോളിസിക്ക് അനുസൃതമായാണോ വിവിധ ജനവിഭാഗങ്ങളോട് പെരുമാറിയതെന്ന ക്വസ്റ്റ്യനൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് CPM ദേശീയ സെക്രട്ടറി MA ബേബി ഇന്ന് മാധ്യമങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾക്ക് ബോധപൂർവമല്ലാത്ത പിഴവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഒരു തെരഞ്ഞെടുപ്പ് ദിവസം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു മുന്നണിയുടെ മുഖ്യ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വന്നിട്ട് പറയുകയാണ്, ബോധപൂർവമല്ലാത്ത പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്, അത് തിരുത്തി ഞങ്ങൾ മുന്നോട്ട് പോകും, ഞങ്ങൾ മൂന്നാമതും അധികാരത്തിൽ വരും. എന്താണ് ആ ബോധപൂർവമല്ലാത്ത പിഴവ്? അത് വിശദീകരിക്കേണ്ടത്. എന്തൊക്കെ പിഴവുകളാണ് സംഭവിച്ചത്? അത് ഡിസ്കസ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഈ സർക്കാരിന് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജനം അത് ഓർത്തിരിക്കും. ജനത്തിൻ്റെ കളക്റ്റീവ് മെമ്മറിയിൽ ആ പിഴവുകൾ ഉണ്ടാവും. അത് ബോധപൂർവമാണോ അല്ലയോ എന്നുള്ളത് ഡിസ്കസ് ചെയ്യപ്പെടും, തെരഞ്ഞെടുപ്പിൽ അത് വിലയിരുത്തപ്പെടും. ഇനി അത് പുറത്തു കൊടുക്കാവുന്ന ബോധപൂർവമല്ലാത്ത പിഴവുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു തുടർഭരണം ഈ സർക്കാരിന് കൊടുക്കും. അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വോട്ടർമാർക്ക് തന്നെ വിലയിരുത്താൻ കഴിയുന്ന സിറ്റുവേഷൻ വിഷയം നമുക്ക് പ്രത്യേകമായിട്ട് തന്നെ ചർച്ച ചെയ്യാം. ഇതിലൊരു കാര്യമുള്ളത്, ഇപ്പൊ പിണറായി വിജയൻ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഫാക്ടർ എന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയനാണ്. അപ്പൊ പിണറായി വിജയനോടുള്ള ഒരു വിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് CPM തന്നെ കണക്കുകൂട്ടുന്നുണ്ട്. പിണറായി വിജയൻ അവരുടെ ഏറ്റവും വലിയ സെല്ലിംഗ് പോയിന്റ് ആയി. അങ്ങനെ കണക്കുകൂട്ടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മുഖം മാത്രം ഫ്ലെക്സിബിൾ വരുമോ? പിണറായി വിജയനോട് പ്രത്യേകമായി എന്തെങ്കിലും വിരോധം ജനങ്ങൾക്കുള്ളതായിട്ട് പാർട്ടി കരുതുന്നുണ്ടാവില്ല. അതേപോലെ തന്നെ അവരുടെ ഏറ്റവും വലിയ സെല്ലിംഗ് പോയിന്റും പിണറായി വിജയനാണ്. വേറെ ഒരു MV ഗോവിന്ദനെ മുന്നിൽ വെക്കാനോ മറ്റൊരാളെ വെച്ച് അവതരിപ്പിക്കാനോ പറ്റില്ല. അവർക്ക് ഏറ്റവും കഴിഞ്ഞ 2023 തെരഞ്ഞെടുപ്പിൽ അവരെ വിജയത്തിലേക്ക് കൊണ്ടു നടന്ന കേരളത്തിന്റെ ഒരു രക്ഷാകർതൃ ബിംബമായിട്ട് അവർ അവതരിപ്പിക്കുന്ന ആൾ പിണറായി വിജയനാണ്. അതേസമയം
പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ജനങ്ങൾക്കുണ്ടെന്ന് സംശയത്തെ മുൻനിർത്തിക്കൊണ്ട് കൂടിയായിരിക്കണം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹജമായ പിഴവ് ഞങ്ങൾക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ് കേട്ടോ. ഏത് വല്ല ബോഡി ലാംഗ്വേജ് ഇഷ്യൂവോ ഇനി കടക്ക് പുറത്തുനിന്ന് പറഞ്ഞതോ വീട്ടിൽ പോയി ചോദിക്കുന്നത് പറഞ്ഞതോ പോലെയുള്ള ചെറിയ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങളത് ഫിക്സ് ചെയ്യാമെന്നൊക്കെ ആയിരിക്കണം ഒരുപക്ഷെ MA ബേബി ഉദ്ദേശിക്കുന്നുണ്ടാവുക. പക്ഷേ ഇതൊരു ഘടകം ഇതാണ്. ഈ തെരഞ്ഞെടുപ്പിനെ പിണറായി വിജയന്റെ ഫ്ലെക്സുകളും പിണറായി വിജയന്റെ ബ്രോഷറുകളും മാത്രം നിരത്തിക്കൊണ്ട് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒറ്റ കൊണ്ടുവന്ന് നിർത്തി. മറ്റൊരു കാര്യം കൂടിയുണ്ട്. പിണറായി വിജയനാകണം മുഖ്യമന്ത്രി എന്നൊരു നിർബന്ധവുമില്ല എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളുണ്ട്. ഒരു വനിതാ മുഖ്യമന്ത്രിയെ പരിഗണിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലാണ് അത് ഉള്ളത് എന്നുകൂടി MA ബേബി പറഞ്ഞു വെക്കില്ല. അതൊക്കെ പറഞ്ഞു വെക്കുമ്പോഴേ ഈ പിണറായി വിജയൻ നേരത്തെ നിഷാദ് സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയനെ മാറ്റിക്കൊണ്ട് മറ്റൊരാളെ വെച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ LDF-ന് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നോ എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. പറ്റില്ല. കാരണം ക്യാപ്റ്റൻ ആയിരുന്നു എല്ലാം. ആ ക്യാപ്റ്റന് പകരം പുതിയ മുഖം അവതരിപ്പിക്കുകയാണെങ്കിൽ ക്യാപ്റ്റനും പരാജയപ്പെട്ടു, ക്യാപ്റ്റന്റെ ടീമും പരാജയപ്പെട്ടു എന്ന സന്ദേശം അവർ തെരഞ്ഞെടുപ്പിന് മുമ്പേ സങ്കീർണത CPM അനുഭവിച്ചു, LDF അനുഭവിച്ചു. കാരണം പിണറായി വിജയനോട് വ്യത്യസ്ത നമ്മൾ റോഡിൽ ഇറങ്ങി സംസാരിക്കുമ്പോൾ ആൾക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്. MLA-യോട് നമ്മൾ നേരത്തെ പറഞ്ഞാണ്, MLA-യോട് ആളുകൾക്ക് മതിപ്പൂർവ്വമൊന്നുമില്ല. ഈ MLA ജയിക്കേണ്ട ആളാണ്, ജനബന്ധമുള്ള ആളാണ്, വികസന പദ്ധതിയിൽ കൊണ്ടുവന്ന ആളാണ്. പക്ഷേ ഒരു റിസ്ക് എലമെന്റ് എന്ന് പറയുന്നത് പിണറായി വിജയൻ മാറണം എന്ന അഭിപ്രായമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ ജനം എന്ത് തീരുമാനം എടുക്കുമെന്ന് ആശയക്കുഴപ്പം. കഴിഞ്ഞ ദിവസം ജിമ്മി പറഞ്ഞില്ലേ, വട്ടിയൂർക്കാവിലെ വോട്ടറോട് സംസാരിക്കുമ്പോൾ അവിടുത്തെ LDF-ന്റെ കാൻഡിഡേറ്റ് നല്ല കാൻഡിഡേറ്റാണ്, പക്ഷേ അയാൾ ജയിച്ചാൽ പിണറായി വിജയൻ തുടർച്ച കിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഈ പിണറായി വിജയനോടുള്ള പ്രശ്നം അത് എന്താണ്? പിണറായി വിജയന്റെ ആറ്റിറ്റ്യൂഡുകൾ കൊണ്ട്, അദ്ദേഹം എടുത്ത സമീപനം കൊണ്ട്, ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും തലക്കടിക്കും അത് കൊള്ളാമെന്ന് പറയുന്നതുകൊണ്ടൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തുന്നതാണ്. ആളുകൾക്കുള്ള ഒരു വിയോജിപ്പ്, കുറച്ച് ദാർഢ്യം, അഹങ്കാരം, ജനാധിപത്യത്തെ മാനിക്കുന്നില്ല, സമരം ചെയ്യാനുള്ള അവകാശത്തെ അടിച്ചമർത്തുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ വണ്ടി ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു കരിങ്കൊടി നിങ്ങൾ കാണിച്ചാൽ ഒന്നുകിൽ വധശ്രമത്തിന് കേസെടുക്കും, അല്ലെങ്കിൽ നിങ്ങളെ കലാപാഹ്വാന കേസിൽ കൊടുക്കും, നിങ്ങൾക്കതിനെ കാപ്പ ചുമത്തും. ഇതൊക്കെ ആളുകൾക്ക് പിണറായി വിജയൻ ഒരു അധികാര സ്വേച്ഛാധിപതിയാകുന്നതിന് മൂഡ് ആളുകൾക്കുണ്ട്. എന്നാൽ ആളുകൾ LDF-ന്റെ ഭരണത്തെക്കുറിച്ച് അങ്ങനെ മോശം അഭിപ്രായമുള്ളവരുമല്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത് റിസ്ക് എലമെന്റ്. എവിടെ നോക്കിയാലും കാണുന്നത് പിണറായി വിജയന്റെ ഒറ്റപ്പടം. ആ ഒറ്റപ്പടത്തെ കാണുന്ന ആൾക്കാർ ഈ മുഖം തുടരണമോ വേണ്ടോ എന്നുള്ള ഒറ്റ ചോദ്യത്തിലേക്ക് ചുരുങ്ങി. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടി എല്ലാവരും കൂടി ഇറങ്ങിയിട്ടുള്ളതാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ CPM-ഉം LDF-ഉം വൻ വില കൊടുക്കാൻ പോവുകയാണ്. കൺസോൾട്ടേഷൻ ആണ്. ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ SIR-ന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ രംഗത്ത് വോട്ട് ചെയ്യാൻ, അഗ്രസീവായി വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ മലബാറിൽ ഇപ്പോൾ കോഴിക്കോട് ജില്ല കഴിഞ്ഞ തവണ കോൺഗ്രസ് സമ്പൂർണ്ണമായും തിരിച്ചടി നേരിട്ട ജില്ലയാണ്. ഇത്തവണ അതായിരിക്കില്ല സ്ഥിതി. അവരവിടെ നല്ല നേട്ടം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇന്നത്തെ നമ്മൾ രാവിലെ പറഞ്ഞല്ലോ, ദീപിക മുഖപത്രത്തിന്റെ മുഖപ്രസംഗം എടുത്ത് അതിന്റെ അവസാനത്തെ ഖണ്ഡിക വായിച്ചു നോക്കുക. ഭരണമാറ്റം ഉണ്ടാവേണ്ടതുണ്ട് എന്നതിന്റെ സൂചന അതിൽ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സോ ഈ കൺസോളിഡേഷൻ ഉണ്ടാവുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കൂടെ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഒറ്റ ഒരു സിമ്പൽ, ഒരു പിക്ചറിലേക്ക് കേന്ദ്രീകരിച്ചത് ഒരു വിരുദ്ധ ഫലം, കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ഇത് വലിയ വീഴ്ചയിലേക്ക് ലെഫ്റ്റിനെ കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒന്നാണ് എന്ന് കണ്ടുവരും. അങ്ങനെയാണെങ്കിൽ പ്രവർത്തിക്കാനും, നിങ്ങൾ പറഞ്ഞില്ലേ ഇൻവിസിബിളായി എന്തോ ഒരു സംഗതി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന്, ഈ സാധ്യത വളരെ കൂടുതലാണ്. സാജു, ഞാൻ ഇപ്പോൾ നിഷ പറഞ്ഞ അടിവരായിട്ട് കൊണ്ട് പറയുന്നത് കാരണം വെച്ചാൽ ഞാൻ കേരളത്തിലുടനീളം സഞ്ചരിച്ച സമയത്തൊക്കെ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ നേരത്തെയും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഭരണത്തിനെതിരായ ശക്തമായൊരു വികാരം എവിടെയും പ്രകടമായി കണ്ടില്ല. എന്നാൽ ഭരണം മാറണമെന്നുള്ളൊരു തോന്നൽ ആളുകൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ അല്പമെങ്കിലും വിരുദ്ധ വികാരമുള്ളത് പിണറായി വിജയനെതിരെയാണ്, മുഖ്യമന്ത്രിക്കെതിരെയാണ്. നേരെ മറിച്ച് ഭരണത്തിനൊന്നാകെ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് പറയാൻ ആരും തയ്യാറാകുന്നില്ല. മുഖ്യമന്ത്രി മാറണം, ഭരണം ഒന്ന് മാറുന്നത് നല്ലതാണ് എന്ന രൂപത്തിലാണ് ആളുകൾ സംസാരിച്ചത്. അതൊരു പക്ഷേ വോട്ടായി കാണാം. പിന്നെ മലയാളി വികസന പ്രവർത്തനങ്ങളുടെ നേട്ടങ്ങൾ വെച്ചിട്ട് മാത്രം വോട്ട് ചെയ്യുകയും ആരെങ്കിലും അധികാരത്തിലേറ്റുകയും ചെയ്യുന്ന സമൂഹമൊന്നുമല്ല. അവർ കൃത്യമായി രാഷ്ട്രീയം വിലയിരുത്തും. ഇക്കാലയളവിൽ സംഘപരിവാറിനോട് സമരസപ്പെട്ടു എന്ന വലിയ വിമർശനങ്ങൾ നേരിടുന്ന സർക്കാരല്ലേ ഇത്. അതിനെതിരായ വിമർശനം ഇടതുപക്ഷത്തു നിന്ന് തന്നെ നിൽക്കുന്നു. സാജു, അതായത് മലയാളി എന്ന് പറഞ്ഞാൽ മലയാളി വളരെ പ്രിവിലേജായിട്ട് വർഷങ്ങളായി ജീവിക്കുന്നവരാണ്. അവർ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് മാത്രം റോഡും പാലവും കണ്ടവരല്ല. എല്ലാ സർക്കാരിൻ്റെ കാലത്തും അവകാശബോധമുള്ളവരായിരുന്നു. എല്ലാ സർക്കാരും സാമാന്യം ബെറ്ററായി പ്രവർത്തിച്ചിട്ടുണ്ട്, വിമർശനം ഉള്ളപ്പോൾ തന്നെ. അപ്പോൾ മലയാളിയെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷം മാത്രം പെട്ടെന്നൊരു പുതിയ കാലം പോലെ അവർക്ക് കിട്ടിയ കാലമൊന്നുമല്ല. 2014 ശേഷമാണ് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് ഉത്തരേന്ത്യയിൽ ചിലർ വാദിക്കുന്നത് പോലെ മലയാളി നേരത്തെ മുതൽ തന്നെ വികസനത്തിന്റെയും സാമൂഹിക പുരോഗതിയുടെയും ആനുകൂല്യം ജീവിച്ച് നന്നായി ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ 10 വർഷമാണല്ലോ ആകെയുള്ള നമുക്ക് കിട്ടിയൊന്നും. അതിനു മുമ്പ് നമുക്ക് ദുരന്തകാലമായിരുന്നു. 10 വർഷത്തിനിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടായില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ആപ്തവാക്യം, മുദ്രാവാക്യമായിരുന്നു. പക്ഷേ വർഗീയത എത്രത്തോളം വളർന്നു ഈ നാട്ടിൽ നിന്ന് നാട്ടുകാർക്ക് അറിയാം. വർഗീയത മാത്രമല്ല, നൗഫൽ പറഞ്ഞില്ലേ ഈ ഭരണവിരുദ്ധ വികാരം കണ്ടില്ല എന്ന് പറഞ്ഞില്ലേ. കഴിഞ്ഞൊരു 10 വർഷമായിട്ട്, ഒരു 10 വർഷത്തിലധികമായി കേരളത്തിൽ കണ്ടുവരുന്ന പ്രവണത വിരുദ്ധ വികാരങ്ങൾ ആളുകൾ പ്രകടിപ്പിക്കാൻ മടിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. ഇപ്പോൾ നമ്മളൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നലെ ഉണ്ടായ ഒരു സംഭവം, മണ്ണാർക്കാട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അവിടുത്തെ LDF സ്ഥാനാർത്ഥി വിമർശിച്ച ഒരു ചെറുപ്പക്കാരൻ ഒരു പോസ്റ്റ് ഇട്ടു. അന്ന് വൈകിട്ട് അദ്ദേഹം ICUവിലായി. LDF പ്രവർത്തകർ തല്ലി അദ്ദേഹത്തെ ICUവിലാക്കി. ആ കേസായി നമ്മൾ വാർത്ത വന്നിരുന്നു. അപ്പോൾ വിരുദ്ധ വികാരം സോഷ്യൽ മീഡിയയിലോ പരസ്യമായ ആളുകൾ പ്രകടിപ്പിക്കില്ല, മീഡിയയോട് ഒട്ടും പറയില്ല.
ആളുകളുടെ ഉള്ളിലുണ്ട്, ആളുകൾ വളരെ സർട്ടിലായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. അത് മുമ്പ് ആളുകൾ തുറന്ന് പറയുമായിരുന്നു, ഇപ്പോൾ അത്ര പറയാൻ മടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നൗഫലിന് ചിലപ്പോൾ സെൻസ് ചെയ്യാൻ കഴിയാത്തത്. ഇത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സേഫ് സൈൻ ലാബിനോട് സേഫ് സൈൻ ലാബിനും പറഞ്ഞല്ലോ അവിടെ ഭരണവിരുദ്ധ വികാരം കാണാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. ആളുകൾ പറയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഒരു സർക്കാരും വളരെ മികച്ച അഭിപ്രായം ഉണ്ടാക്കിയെടുത്തു കരുതുക. ഞാൻ ഉദാഹരണമായി പറഞ്ഞു 2006, 2015 VS അച്യുതാനന്ദൻ സർക്കാർ. ആ സർക്കാരിൻ്റെ കാലത്ത് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ടാം UPA സർക്കാരിൻ്റെ സമയമാണ്. രാജ്യത്ത് റിയൽ എസ്റ്റേറ്റ് ബൂം വർദ്ധിച്ചു നിൽക്കുന്ന സമയം, കേരളത്തിൽ എല്ലാവരുടെ കയ്യിലും പൈസയുള്ള സമയമാണ്. ആ സമയത്ത് പണിയെടുത്ത് ജീവിച്ച ആൾക്ക് എല്ലാവർക്കും അറിയാം 2006, 2015 സമയത്ത് അത്യാവശ്യം നമ്മുടെ കയ്യിൽ കാശ് ഉണ്ടാവുമായിരുന്നു. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന സമയം, ആളുടെ കയ്യിൽ പണമുള്ള സമയം, പൊതുവെ സുഭിക്ഷത ആളുകൾക്കുള്ള സമയം. രണ്ടാം UPA സർക്കാർ ആവട്ടെ കുറെ കൂടി ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതുകൊണ്ട് ആളുടെ കയ്യിൽ പണം വരികയാണ്. ഇങ്ങനെ ഒരു മൂഡിൽ നിൽക്കുന്ന സമയത്താണ് 2015 ഇലക്ഷൻ നടക്കുന്നത്. VS സർക്കാരിനെതിരെ അങ്ങനെ കാര്യമായ ക്രിറ്റിസിസം ഇല്ല. ഒന്ന്, VS സർക്കാരിൻ്റെ നല്ല ഇമേജുള്ള മന്ത്രിസഭയായിരുന്നു അത്. മാത്രമല്ല കൂട്ടുത്തരവാദിത്തമുള്ള മന്ത്രിസഭ, ഇപ്പോഴത്തെ പോലെയല്ല, കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരുന്നു. പാർട്ടിയുടെ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് ആ ക്യാബിനറ്റിന് മുകളിലുണ്ടായിരുന്നു. എന്നിട്ടും UDF അധികാരത്തിൽ വന്നില്ലേ? അപ്പോൾ അതിന് വേറൊരു കാര്യമുണ്ട്. അതിനു മുമ്പ് 2008 ഒരു മണ്ഡല പുനർനിർണയം നടത്തുകയും CPM-ന് ഈ മണ്ഡലങ്ങളെല്ലാം വളരെ വേഗത്തിൽ കൂടുതൽ മണ്ഡലങ്ങൾ ജയിക്കാവുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തിരുന്നു. എന്നിട്ടും മറിയുകയാണ്. അപ്പോൾ മലയാളി എന്ന് പറയുന്നത് വികസന മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല എന്ന് പറയുന്ന ആപ്തവാക്യം മലയാളികൾക്കാണ് കൂടുതൽ ചേരുക. മലയാളികൾ വോട്ട് ചെയ്യുന്നത് റേഷൻ തന്നോ, കിറ്റ് തന്നോ, അല്ലെങ്കിൽ റോഡ് ഉണ്ടാക്കിയോ, പാലം, ഇത്തരം കാര്യങ്ങളിലേ അല്ല. മനുഷ്യന്റെ അന്തസ്, മലയാളിയുടെ അന്തസ് വളരെ പ്രധാനമാണ്. ഏത് ഭരണാധികാരി അഹങ്കാരം കാണിക്കുന്നു, അത് പിണറായി വിജയനെ ഉദ്ദേശമല്ല ഞാൻ പറയുന്നത്, കരുണാകരനെ പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. അഹങ്കാരം കാണിച്ചതിന് കരുണാകരനെ പാഠം പഠിപ്പിച്ചിട്ടുണ്ട് മലയാളികൾ. അങ്ങനെ ഒരു നാടാണ്. പക്ഷെ അതൊരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കും. അത് ഞാൻ പറഞ്ഞ പോയിന്റ് അതാണ്. അതായത് ഇതിനകത്ത് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് മാത്രം നമുക്കൊരു നല്ല കാലം വന്നു. അതിന് മുമ്പ് നമ്മൾ ആകെ ബീഹാറിൽ പോയിട്ട് കഴിഞ്ഞ 10 വർഷം കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് നന്നാക്കിയാൽ ആ തുടർച്ചയ്ക്ക് ജനം വോട്ട് ചെയ്യും. കാരണം അതിന് മുമ്പുള്ള കംപ്ലീറ്റ് ദുരിതകാലമായിരുന്നു. ഇതങ്ങനെ ദുരിതകാലമൊന്നുമല്ല. മലയാളി വളരെ കൊള്ളാവുന്ന ഒരു സെറ്റപ്പിൽ സോഫയിൽ കിടന്ന് TV കാണുന്നവരാണ്. അവരൊരു ചേഞ്ച് എടുക്കാൻ ആഗ്രഹിച്ചുകൂടായികയില്ല. എന്ന് വെച്ച് ഈ വോട്ട് ചെയ്ത ആൾക്കാർ മുഴുവൻ, ഇപ്പം എൻ്റെ പോയിന്റ് വേറെ കൂടിയുണ്ട്, ഈ വോട്ട് ചെയ്ത ആൾക്കാർ മുഴുവൻ UDF-നെ വരുത്താൻ വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത് വിചാരിക്കാൻ നിവൃത്തിയില്ല. നമ്മൾ നേരത്തെ പലകുറിയായി സംസാരിച്ച കാര്യമുണ്ട്. UDF എന്ന് പറയുന്ന സംവിധാനം എന്ന് പറയുന്നത് ഒരു മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ചേർന്ന് അവരെ അംഗീകരിക്കുന്ന സതീശന്റെ നേതൃത്വമുള്ള ഒരു സംവിധാനമാണ്. അത് വരാൻ പാടില്ല എന്ന പേരിൽ വലിയ തോതിൽ സംഗതി പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട്. ആര്? സംഘപരിവാർ ഹാൻഡിലുകൾ, ഈ പറയുന്ന മുൻ DGPയും അല്ലെങ്കിൽ ഈ പറഞ്ഞ വലത് നിരീക്ഷകരും, ഇവരെല്ലാം കൂടി പണിയെടുത്തുണ്ടാക്കി. ഇടതുപക്ഷം ആ വാദത്തെ കത്തിച്ചു കൊടുത്തിട്ടില്ല സംസ്ഥാനം. ഉണ്ട്. ഞാൻ പറഞ്ഞത് നമ്മൾ ജയിക്കാൻ സാധ്യതയില്ല. ഇപ്പൊ നിയമം നിങ്ങൾ മാറ്റി നിർത്തിയേക്കും, നിങ്ങൾ കഴക്കൂട്ടം മാറ്റി നിർത്ത്, അല്ലെങ്കിൽ നിങ്ങൾ കുന്നത്തനാട് ചാത്തന്നൂർ മാറ്റി നിർത്ത്, പാലക്കാട് മാറ്റി നിർത്ത്, ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ ജയിക്കാൻ പോകുന്നില്ല. പിന്നെ ജയിക്കേണ്ടത് സതീശനാണോ? സതീശൻ ജയിച്ചാൽ കുഞ്ഞാലിക്കുട്ടി വരാൻ പോകുന്നില്ലേ? കുഞ്ഞാലിക്കുട്ടി ചെയ്താൽ ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എന്തുമാത്രം വർക്ക് ചെയ്തു? അതോ അതിനും മേലെ ഭരണവികാരം വർക്ക് ചെയ്തിട്ടുണ്ടോ? ഞാൻ പറയുന്നത് LDF ജയിക്കുന്നുണ്ടെങ്കിൽ അതിൽ കീ ഫാക്ടറായിട്ട് പ്രവർത്തിക്കാൻ പോകുന്നത് ഈ തരത്തിലുള്ള BJP അനുഭാവികൾ, അപ്രഖ്യാപിത BJP-ക്കാർ, അവർ വോട്ട് അപ്പുറത്ത് പോയി ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, BJP-ക്ക് വേണമെങ്കിൽ തന്ത്രപരമായി UDF വരാതിരിക്കാൻ വേണ്ടി ഒരു വോട്ട് മറിച്ചുകൂടെ ചില മണ്ഡലങ്ങളിലെങ്കിലും. അങ്ങനെ കൂടി സംഭവിച്ചാലും ചില മണ്ഡലങ്ങളിൽ UDF-ന്റെ തോൽവി ഉറപ്പാക്കാൻ പറ്റും. കാരണം 3000-4000 വോട്ടുകളുടെ വ്യത്യാസമുള്ള മണ്ഡലങ്ങളിൽ BJP ഒരു തന്ത്രപരമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് UDF വരേണ്ടതില്ല എന്ന തീരുമാനം എടുത്തുകൊണ്ട് BJP-ക്ക് ഡയറക്റ്റ് ആ കളി കളിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരെന്ത് ചെയ്തു ചോദിച്ചാൽ അവരെന്ത് ചെയ്തു? യൂട്യൂബേഴ്സിനൊക്കെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഇപ്പോൾ 2020-ക്കും 50-50-ക്കും ഒക്കെ കൊടുക്കുക, യൂട്യൂബർക്ക് കൊടുക്കുകയാണ്. അതാണ് നമ്മൾ ഈ പറഞ്ഞ എന്താണ് കൊടുങ്ങല്ലൂരും കയ്പമംഗലവും അല്ലെങ്കിൽ തൃപ്പൂണിത്തുറയും ഈ സ്ഥലത്തൊക്കെ അത് ഇന്നയാളായതുകൊണ്ട് വോട്ട് കുറഞ്ഞതായിരിക്കുമെന്ന് ന്യായം പറയാലോ. മറ്റേത് പറ്റില്ല. പണ്ട് പറയായിരുന്നു. ഇപ്പോൾ അങ്ങനെ വോട്ട് പോയതിൻ്റെ കണക്ക് പറയേണ്ടി വരും. കാരണം ഞങ്ങൾ വോട്ട് പ്രോഗ്രസീവായിട്ടുള്ള നമ്മൾ ഗ്രാജുവലി വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വോട്ട് വിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് തന്ത്രപരമായ ഒരു സ്വീകരിച്ച സംഗതി എന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ഹോൾഡായിട്ടുള്ള സ്ഥലങ്ങളിൽ പലയിടത്തും വീക്കർ കാൻഡിഡേറ്റ്സിനെയും വീക്കർ പാർട്ടികളെ ഏൽപ്പിച്ചിട്ട് ആ ഒരു പ്ലേ എടുത്തിരിക്കുകയാണ്. അത് വർക്ക് ചെയ്താൽ കോൺഗ്രസിൻ്റെയും UDF-ന്റെയും പ്രതീക്ഷകൾക്ക് മേലെ അപ്രതിരോധ്യമായിട്ടുള്ള ഒരു ഫാക്ടർ ആയിരിക്കും. ആ ഫാക്ടറിന് മേലെ കൂടി പിണറായി വിജയൻ വീണ്ടും വരാനുള്ള സാധ്യത തള്ളാൻ പാടില്ല എന്നാണ് ഞാൻ ഈ രാത്രിയിലും പറയുന്നത്. പോളിംഗ് ശതമാനത്തിന്റെ കണക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 80% പോളിംഗ് കടന്ന 28 മണ്ഡലങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് കിട്ടുന്ന വാർത്ത. അരൂർ, ചേർത്തല, ചിറ്റൂർ, മലമ്പുഴ, നെന്മാറ, പാലക്കാട്, കുന്നത്തുനാട്, പറവൂർ, വൈപ്പിൻ, തൃപ്പൂണിത്തുറ, കളമശ്ശേരി, മട്ടന്നൂർ, തളിപ്പറമ്പ്, കുന്നമംഗലം, ബാലുശ്ശേരി, കോഴിക്കോട് സൗത്ത്, എലത്തൂർ, പേരാമ്പ്ര, ബേപ്പൂർ, കൊടുവള്ളി, ഏറനാട്, മലപ്പുറം, മഞ്ചേരി, കൊണ്ടോട്ടി, വണ്ടൂർ, വള്ളിക്കുന്ന്, കാട്ടാക്കട, നേമം, ഈ മണ്ഡലങ്ങളിലെല്ലാം 80% മുകളിൽ പോളിംഗ് എത്തിയിരിക്കുന്നു. അതായത് പോരാട്ടത്തിന്റെ സൂചനയാണ്. ടോട്ടൽ പോളിംഗിലും മാറ്റം വന്നിട്ടുണ്ട്. 77.45% എന്നാണ് ഇപ്പോൾ കമ്മീഷൻ നൽകുന്ന അറിയിപ്പ്. ഒരു കാര്യം എനിക്കൊന്ന് ആഡ് ചെയ്യാൻ തോന്നുന്നത്, ഈ കഴിഞ്ഞ 20 ദിവസം കൊണ്ട് ക്യാമ്പയിൻ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതിലേറ്റവും വൃത്തിയായി ക്യാമ്പയിൻ ചെയ്തത് ആരാണ് എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്.
ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയയിൽ പോലെ MP നികേഷ് കുമാറിനെ M സ്വരാജിനെയൊക്കെ ശ്ലാഘിച്ചുകൊണ്ടുള്ള പല പോസ്റ്റുകളും വരുന്നു. വളരെ വൃത്തിയുള്ള ക്യാമ്പയിൻ നടത്തി എന്ന് വെച്ചാൽ വളരെ ലെയർ ക്യാമ്പയിൻ. വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നു, രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുന്നു, പ്രതിപക്ഷത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നു. വളരെ പവർഫുൾ ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ക്യാമ്പയിൻ. എനിക്ക് തോന്നുന്നു അതിൽ വളരെ കൃത്യമായി ലെഫ്റ്റിന് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അത് വർക്ക് ചെയ്തു എന്നുള്ള വേറെ കാര്യമാണ്. പക്ഷേ ലെഫ്റ്റിന്റെ ക്യാമ്പയിൻ പരിപാടി വെൽ പ്ലാൻഡ് ആയിരുന്നു. അവർ ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നു, തൊട്ടു പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തുന്നു, തൊട്ടു പിന്നാലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. അവരുടെ ക്യാമ്പയിൻ എന്ന് പറയുന്ന സംഗതി വളരെ പെട്ടെന്ന് അവർക്കൊരു ആരോട് ചോദിച്ചാലും കേരളത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് അഭിപ്രായം പറയാൻ കഴിയാത്ത വിധമുള്ള ഒരു നെക്കിനെക്ക് ഓർ അപ്രവചനീയത സൃഷ്ടിക്കാൻ കഴിഞ്ഞു. വികസനമല്ലേ ഡിസ്കസ് ചെയ്യപ്പെടുക, കംപ്ലീറ്റ് വികസനത്തിന്റെ സംഗതികൾ കൊണ്ടുവരാൻ പറ്റുന്നു. വയനാട്ടിൽ ലോക്ക് ചെയ്യാൻ പറ്റുന്നു. സോ അത്രയും മുന്നോട്ട് പോകാൻ പറ്റി. എനിക്ക് തോന്നുന്നു ഇപ്പം നേരത്തെ അജിംസ് പറഞ്ഞില്ലേ, ഹുങ്ക് ആൾക്കാർ സഹിക്കില്ല, അഹങ്കാരം ആൾക്കാർ സഹിക്കില്ല. അങ്ങനെ ആൾക്കാരെ ഹുക്ക് ചെയ്യാൻ കഴിയുന്ന കുറേ സംഗതികൾ ഉണ്ടായിരുന്നു. അതൊന്നും പിക്ക് ചെയ്ത് കൊണ്ടുവരാനോ അതൊരു പ്രചാരണായുധമാക്കാനോ ഒന്നും UDF മെനക്കെടുന്ന കണ്ടില്ല. ഇനിയിപ്പോൾ അവരെന്താണ് പെട്ടിയിൽ വീണ് കഴിഞ്ഞു. ഇനി ചർച്ചകൾക്കൊന്നും ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കാറുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലേക്ക് വരാൻ കഴിയുന്നില്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് എന്ന സംവിധാനം തന്നെ പിന്നെ എത്രത്തോളം ഉണ്ടാകുമെന്നത് വലിയ ആശങ്കയുള്ളതാണ്. നേതാവ് തന്നെ വനവാസത്തിന് പോയി കഴിഞ്ഞാൽ പിന്നെ പാർട്ടി ഇല്ലല്ലോ. അപ്പൊ അത് നമുക്ക് പിന്നീട് നോക്കാം. അല്ല, അതൊരു ഡു ഓർ ഡേ സിറ്റുവേഷൻ കൂടിയാണ്. അത് അങ്ങനെ നോക്കാം വിട്ടുകളെന്ന് പറയാനില്ല. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഷാബു പ്രസാദ് നമ്മളോട് ചർച്ചയ്ക്ക് വരുന്ന ആളാണ്. അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടാണ് പോസ്റ്റ്, ഒരു കാരണവശാലും ഇന്ന് രാവിലെ ഇട്ടാണ് പോസ്റ്റ്, ഒരു കാരണവശാലും ഈ കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരരുത്, അവരുടെ മുന്നണിയെ പരാജയപ്പെടുന്ന ശിഥിലമാക്കി കാണണം എന്നാ. അതൊരു RSകാരന്റെ മനസ്സാണ്. ഒരു കാരണവശാലും UDF അധികാരത്തിൽ വരരുത്. അല്ല, അവരുടെ മുദ്രാവാക്യം തന്നെ കോൺഗ്രസ്. അതേസമയം VD സതീശൻ പറയുന്നത് 100 കടന്നില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്നും ആവർത്തിക്കുകയും ചെയ്യുന്നു. ആവർത്തിക്കാവുന്ന അദ്ദേഹം അതിന് ഉപോത്ബലകമായി അദ്ദേഹം പറയുന്ന കാര്യം, എൻ്റെ ഏതെങ്കിലും പ്രവചനം തെറ്റിയിട്ടുണ്ടോ? അദ്ദേഹം പ്രതിപക്ഷ നേതാവിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ എൻ്റെ ഏതെങ്കിലും പ്രവചനം തെറ്റി നിങ്ങൾ പറ, ഇത് ഞാൻ പ്രവചിക്കുന്നു 100 കടക്കുമെന്ന് പറയുന്നു. അപ്പോൾ വെറും വാക്ക് പറയുകയല്ല സതീശൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ വെറുതെ ആത്മവിശ്വാസത്തിന് വേണ്ടി ബൂസ്റ്റ് അല്ല. ഈ സത്യം, ഈ പറയുന്ന സത്യം, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ കൂടി കോൺഗ്രസ് തോറ്റു കഴിഞ്ഞാൽ കോൺഗ്രസ് ഇല്ലാതാകുമെന്നുള്ള സത്യം മനസ്സിലാക്കിയ ജനവും ഉണ്ടാകാം. അവരും അത് സതീശന് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലേ? പക്ഷേ കോൺഗ്രസ് ഇത്തവണ പണിയെടുത്തിട്ടുണ്ട്. ചേർക്കാവുന്ന ചേരുവകളെ എല്ലാം ചേർത്ത് വെക്കാനുള്ള ശ്രമം അവർ പരമാവധി സതീശന്റെ നേതൃത്വത്തിൽ തന്നെ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് കാണാതിരിക്കരുത് നമ്മൾ.